ഒരു ഭാഗത്തുള്ള പള്ളിയിലേക്ക് ഇമാമത്ത് നിൽക്കുന്ന, ആ പള്ളിയിലെ മുഅദ്ദിനായി നിൽക്കുന്ന, പാപങ്ങളാകുന്ന ജനങ്ങളെ നിസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കുന്ന മഹാനായ അല്ലാഹ്, മഹാനായ റിയാസ് മുസ്ലിയാർ സുബ്ഹാനല്ലാഹ്. അന്നും ഇതാ നല്ലതുപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ട് കിടന്നിറങ്ങിയവനാ. അന്നും ഇശാ നമസ്കാരം നിർവഹിച്ചിട്ട്, സുന്നത്ത് നമസ്കാരം നിർവഹിച്ചിട്ട്, വിത്ർ നമസ്കാരം നിർവഹിച്ചിട്ട്, ഭക്ഷണം കഴിച്ചു വുളൂ ചെയ്തുകൊണ്ട് ബിസ്മിക റബ്ബി വദഅതു ജംബി എന്ന ദുആ ചെയ്തുകൊണ്ട് അല്ലാഹനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നിറങ്ങിയ ചെറുപ്പക്കാരനാ. എന്റെ പ്രിയമുള്ളവരെ, വിവാഹം കഴിഞ്ഞിട്ട് തന്റെ ആഗ്രഹങ്ങൾ പോലും തീർന്നില്ല. 2 വർഷം പോലെ പൂർത്തിയായില്ല. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കണ്ടിട്ട് കുറുതീരാത്ത, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ മാറത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആ ചുംബനം കൊടുത്ത് കുറുതീരാത്ത റിയാസ് മുസ്ലിയാര്, ശഹീദ് റിയാസ് മുസ്ലിയാര് 2 വർഷക്കാലമായിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നല്ലതുപോലെ 2 ദിവസം മനസ്സിരുന്ന് കാണാ ഭാഗ്യം ലഭിക്കാത്ത റിയാസ് മുസ്ലിയാര് 2 വർഷം കഴിഞ്ഞിട്ടും ആഴ്ചയിൽ കിട്ടുന്ന ഒരു ദിവസത്തിന്റെ ലീവിൽ പോയിട്ടോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും തന്റെ പ്രിയപ്പെട്ട മക്കളെയും തന്റെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും എല്ലാവരും കണ്ടുപോയ ശഹീദ് റിയാസ് മുസ്ലിയാര് അല്ലാഹുവിന്റെ പള്ളിയിൽ ഹൃദയത്തിന് വേണ്ടി നിന്ന പാവപ്പെട്ടവനാ. ഇന്ന് നമ്മൾ കേട്ട വാർത്ത, അത് കണ്ടുപോയ വാർത്ത ഹൃദയം പിടഞ്ഞു പോയില്ലേ? കൈത്തൊഴുത്തിട്ട് പള്ളിക്കകത്ത് കാർപ്പറ്റിനകത്ത് കമന്ന് കിടക്കുന്ന ആ സഹോദരനെ കണ്ടിട്ട്, അറുക്കപ്പെട്ട രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സഹോദരൻ, ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് നമുക്ക് മനസ്സില്ലാത്തവരാരാ, കണ്ണ് നിറയാത്തവരാരാ, മനസ്സ് പതറാത്തവരാരാ? കാപാലികന്മാര് സമുദായത്തിന്റെ സൗഹൃദം തകർക്കാനിരിക്കുമ്പോ, ഈ സമുദായത്തിന്റെ വർഗീയ കലാപം സൃഷ്ടിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ ചിഹ്ന ഭിന്നമാക്കാൻ ശ്രമിക്കുമ്പോ 5000, 6000, 7000 രൂപയ്ക്കോ തുച്ഛമായ രൂപത്തേക്ക് ശമ്പളം മേടിച്ചുകൊണ്ടോ അല്ലാഹുവിന്റെ പള്ളിയിലെ ഹൃദയത്തിന് വേണ്ടി കിടന്ന സഹോദരൻ, എന്റെ പ്രിയമുള്ളവരെ, നേരമ്പെടുത്ത് നോക്കുമ്പോ കഴുത്തറുക്കപ്പെട്ട തരത്തിലിതാ കറുപ്പറ്റകത്ത് രക്തം കുടിക്ക് തളം കെട്ടി ശരീരമായിട്ടോ കുത്തേറ്റ് ശരീരമായി കിടക്കുമ്പോ ഇത് കണ്ടിട്ട് സഹതാപമല്ല, ഇത് കണ്ടിട്ട് സഹതാപമല്ല, ഇത് കണ്ടിട്ട് സഹതാപം ആരോടാ? കാവാലികരെ, വർഗീയതയുടെ വിഷം ചുമറ്റുന്ന വൃത്തികെട്ടവരെ, നിന്നെ കണ്ടിട്ടാണോ സഹതാപോ? നിന്റെ തലയുമായിട്ട് ഈ പാവപ്പെട്ട ശഹീദ് റിയാസ് മുസ്ലിയാർ നാളെ മഹ്ശറിലേക്ക് വരുമ്പോ, കൊലയാളുടെ തലയുമായിട്ട് കടന്നു വരുമ്പോ, ഈ റിയാസ് മുസ്ലിയാരുടെ ശരീരത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് തഖദുറുദമാ, രക്തം ചീറ്റുന്ന ശരീരത്തോടെ ഇതാ മുറിക്കപ്പെട്ട ശരീരം, കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമുള്ള ആ രക്തം ചീറ്റുന്ന ശരീരമായിട്ട് റിയാസ് മുസ്ലിയാർ കടന്നു വരുമ്പോ, റിയാസ് മുസ്ലിയാർ കടന്നു വരുമ്പോ ആ രക്തത്തിന് കസ്തൂരിയേക്കാൾ മണമായിട്ടാ കടന്നു വരുന്നതോ? എടാ വർഗീയതയുടെ വിഷം ചുരക്കിവര് നിന്റെ തലയും പിടിച്ചുകൊണ്ടാ റിയാസ് കടന്നു വരുന്നതോ? അന്ന് കാണാമടാ സഹോദരാ, കാണാ. നിന്നെ കണ്ടിട്ടാ സഹതാപം തോന്നുന്നതോ? ഈ റിയാസ് പോയതെവിടെയാ? സ്വർഗത്തിൽ. ഇത് കണ്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞപ്പോ, ഇത് കണ്ടിട്ട് നമ്മുടെ മനസ്സ് പതിരുമ്പോ, ഇത് കണ്ടിട്ട് നമ്മുടെ കൃതികൾ പറഞ്ഞു പോകുമ്പോ, ഈ ശഹീദ് റിയാസ് കടന്നുപോയത് എവിടെയാ? പച്ചപ്പക്ഷികളെ പോലെ സ്വർഗത്തിൽ കടന്നുപോയ ചെറുപ്പക്കാരനാ. പച്ചപ്പക്ഷികളെ പോലെ സ്വർഗത്തിലേക്ക് കടന്നുപോയ ചെറുപ്പക്കാരൻ തന്റെ ഭാര്യ വിട്ടുപോയതിന് ദുഃഖമില്ല, തന്റെ മക്കളെ വിട്ടുപോയതിന് ദുഃഖമില്ല, തന്റെ ഉപ്പയെ കാണാത്തതിന് ദുഃഖമില്ല, ആരെയും കാണാത്തതില്ല സഹോദരന് ദുഃഖമില്ല. ഇതെല്ലാം കണ്ട് ചിന്തിച്ച് നമ്മുടെ കണ്ണ് നിറയുകയോ? പക്ഷേ റിയാസും സന്തോഷത്തിലാ. 25-ാമത്തെ വയസ്സിൽ ഹജ്ജിന് പോയ 25-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ വിശുദ്ധ കഅബ കാണാൻ ഭാഗ്യം ലഭിച്ച കുടകിന്റെ ഒരു മൂലയിൽ കുടിൽ കിടക്കുന്ന, ഒരു നേരത്ത് നല്ലതുപോലെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പെട്ട് കുടിനകത്ത് കിടക്കുന്നറിയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിനെ കാത്തുകൊണ്ടിരിക്കുമ്പോ, തന്റെ ഭർത്താവിന് വരുന്ന ദിവസം കാത്തുകൊണ്ട് അവധി കഴിഞ്ഞ് വരുന്ന ദിവസം കാത്തോ സങ്കടപ്പെട്ടുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇരിക്കുമ്പോ, തന്റെ പ്രിയപ്പെട്ട നെഞ്ചത്ത് ചാടിക്കളിക്കുന്ന മക്കൾ, ആ മക്കൾ പിതാവില്ലാതിരിക്കുമ്പോ, തന്തയില്ലാത്ത മക്കളായ മക്കൾ വളരുമ്പോ, മക്കൾ നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ട ഉമ്മ കരഞ്ഞ് കണ്ണുനീരൊഴുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എന്ന കാസർഗോഡ് അതിന്റെ പേരിൽ ആരും മരിച്ചില്ല, കൊടകിൽ ആരും മരിച്ചില്ല, കേരളത്തിൽ ഇതുവരെയും ആരും
മരിച്ചില്ല. അത്രയ്ക്കും സമാധാനം പുലർത്തുന്ന സമുദായമാ മുസ്ലിം ഉമ്മ. നമുക്ക് പേടിയാണ് ഒരാളെ കൊല്ലാൻ. ഭീകരവാദികളെ കൊല്ലട്ടെ, തീവ്രവാദികളെ കൊല്ലട്ടെ, നമുക്കൊരാളെ കൊല്ലാൻ പേടിയാ. എന്റെ പ്രിയമുള്ളവരെ, എന്ത് പാപം ചെയ്തിട്ടാ റിയാസ് സ്വർഗത്തിൽ വിട്ടതോ? എന്ത് പാപം ചെയ്തിട്ടാ റിയാസ് സ്വർഗത്തിൽ വിട്ടതോ? ഒരു മുസ്ലിയാരെ കൊല്ലാതെ ഈ പള്ളിയിൽ കയറുമ്പോ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത പടച്ച തമ്പുരാന് സുജൂദ് ചെയ്യുന്ന ഈ മുസല്ലയിനെ കുത്തിയിടുമ്പോ, കഴുത്തറുത്തിടുമ്പോ, മൃഗങ്ങളെ കൊല്ലരുതേ, പശുവിനെ കൊല്ലരുതേ. ഈ ഘോരഘോരനായി മാറുമ്പോ മനുഷ്യന്റെ കഴുത്തറക്കാൻ നടക്കാത്ത വൃത്തികെട്ട സമുദായങ്ങൾ ഈ ലോകത്ത് വന്നു തൊള്ളുമ്പോ നമുക്ക് മഹാനായ ഉമറുൽ ഫാറൂഖുമായിട്ട് താരതമ്യപ്പെടുത്താം. മദീന പള്ളിയിൽ കുത്തേറ്റുകൊണ്ട് കുടൽമാല പുറത്ത് കിടന്ന ഉമറുൽ ഫാറൂഖ്. അതുപോലെ കാസർഗോഡിന്റെ ചൂര എന്ന് പറയുന്ന ചെറുത്തോ, കാസർഗോഡ് 3 കിലോമീറ്റർ അപ്പുറത്തെ പള്ളിയിൽ കുത്തേറ്റ് കിടന്ന കഴുത്തറുത്തപ്പെട്ട മറന്ന് കിടന്ന് രംഗം കണ്ടിട്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയില്ലേ എന്റെ ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ളവരെ. ഇവരെല്ലാം നാളെ ഉമറിന്റെ കൈപിടിച്ച സ്വർഗത്തിലെത്തുന്നതാ. ഉമറിൽ ഫാറൂഖിന്റെ കൈപിടിച്ച സ്വർഗത്തിലെത്തുന്നതാ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഉമറിൽ ഫാറൂഖിനെതാ സഹാബാക്കൾ അങ്ങനെ താങ്ങിയെടുത്തു കൊണ്ടുപോകുകയാ. ഉമറിൽ ഫാറൂഖ് നിങ്ങളെ താങ്ങിയെടുത്ത് സഹാബാക്കൾ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാ. വീട്ടിലേക്ക് കൊണ്ട് ചെല്ലുകയാ. അറിഞ്ഞവരെല്ലാം ഓടി വരികയാ. കേട്ടവരെല്ലാവരും ഓടി വരികയാ. അറിഞ്ഞവരെല്ലാവരും ഉമറിൽ ഫാറൂഖ് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ട് കണ്ണുനീരൊഴുക്കുകയാ. എങ്ങനെയാണ് കരയാതിരിക്കുന്നത്? എങ്ങനെയാണ് ഉമറുൽ ഫാറൂഖ് നിങ്ങളെ കണ്ടിട്ട് ജനങ്ങൾ കരയാതിരിക്കുന്നതോ? നമ്മുടെ മഹാനായ ഷഹീദ് റിയാസിന്റെ ശരീരം കണ്ട് കരഞ്ഞു പോയതുപോലെ ആ ഷഹീദിന്റെ സേവനം കണ്ടിട്ട് ആ മഹലിലുള്ള ഓരോരുത്തരെ പൊട്ടിക്കരഞ്ഞതുപോലെ ഇനി ഞങ്ങൾ എന്തിനേ ജീവിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടോ വേങ്ങലടിച്ച് നെഞ്ചത്തടിച്ച് കരഞ്ഞ ആ മഹലിന്റെ ചെറുപ്പക്കാരെ പോലെ ആ സേവനങ്ങൾ ഏറ്റുവാങ്ങിയ പാവങ്ങളെ കരഞ്ഞതുപോലെ ഉമറിൽ ഫാറൂഖ് നിങ്ങളുടെ മരണം കണ്ടിട്ട് അടിവയറ് കുത്തേറ്റുകൊണ്ട് കുടൽമാല പുറത്ത് കിടക്കുന്ന രംഗം കണ്ടിട്ട് ജനങ്ങളെല്ലാവരും ഏങ്ങലടിച്ച് കരഞ്ഞു പോകുകയാ. ഒരു സ്നേഹനിധിയായ പിതാവായ ഉമറുൽ ഫാറൂഖ്, ഒരു സ്നേഹനിധിയായ സംരക്ഷകനായ ഉമറുൽ ഫാറൂഖ്, മർദ്ദിതരുടെ വിമോചകരെ, നീതിയുടെ പടവാളേ മഹാനായ ഉമറുൽ ഫാറൂഖ്, മർദ്ദിതരുടെ വിമോചകനായ ഉമറുൽ ഫാറൂഖ്, സ്വന്തം കുടിലിൽ പട്ടിണി കിടന്നുകൊണ്ട് സമുദായത്തെ തീറ്റിപ്പോറ്റി ഉമറുൽ ഫാറൂഖ്, സ്വന്തം കുടിലിൽ പട്ടിണി കിടന്നുകൊണ്ട് ഈ സമുദായത്തെ തീറ്റിപ്പോറ്റിയ മഹാനായ ഉമറുൽ ഫാറൂഖ്, പ്രവാചകനെ വധിക്കാൻ ഊരിപ്പിടിച്ച വാളുമായി പുറപ്പെട്ട് പ്രവാചകന്റെ തലയുമായി കടന്നു വന്നാൽ 100 ഒട്ടകം നിനക്ക് സമ്മാനം തരാമെന്ന് അബൂജഹൽ പ്രഖ്യാപിക്കുമ്പോ സ്വന്തമായി ഒട്ടകം വാങ്ങാൻ പ്രവാചകന്റെ തലയെടുക്കാൻ ഊരിപ്പിടിച്ച വാളുമായി പുറപ്പെട്ട ഉമർ, അതേ ഉമർ തന്റെ വാൾ അറയിലേക്ക് ഇട്ടിട്ടോ, ഉറയിലേക്ക് ഇട്ടിട്ട് ആരുടെ പ്രവാചകന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് കലിമത്തുൽ ഇസ്ലാമിലേക്ക് വന്ന ഉമറുൽ ഫാറൂഖ് പ്രവാചകന്റെ തലയുമായി വരുന്ന കാത്തിരമ്മ അബൂജഹലിന്റെ ഉത്ബത്തിന്റെ ശൈബത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് ഊരിപ്പിടിച്ച വാളുമായി തിരിച്ചു നിന്നിട്ട് ആരടാ എന്റെ ഹബീബിനെതിരെ ശബ്ദിക്കാ, ആരടാ എന്റെ ഹബീബിനെതിരെ മിണ്ടാ, ആരെങ്കിലും എന്റെ ഹബീബിനെതിരെ മിണ്ടിക്കഴിഞ്ഞ അവന്റെ തല ഞാൻ ഈ വാളുകൊണ്ട് വെട്ടിമാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഗർജനത്തിന്റെ ശബ്ദം മുഴക്കിയ മഹാനായ ഉമറുൽ ഫാറൂഖ്, മഹാനായ ഉമറുൽ ഫാറൂഖ് ഭരണമേറ്റെടുത്തതോടെ വിനയാന്വിതനായി മാറിയ മഹാനായ ഉമറുൽ ഫാറൂഖ് സ്വന്തം കുടിലിതാ, സ്വന്തം കുടിലിനകത്ത് പട്ടിണി കിടന്ന ഉമറുൽ ഫാറൂഖ് സ്വന്തം ചുമലിലേക്ക് ഭക്ഷണങ്ങൾ ചുമന്നുകൊണ്ട്